നമുക്ക് DMSലത്തെ മൊഡ്യൂൾ 2 തുടങ്ങാം. ഫണ്ടമെൻ്റൽസ് ഓഫ് കൗണ്ടിങ് എന്നാണ് മൊഡ്യൂൾ 2ൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ സം റൂളും പ്രൊഡക്റ്റ് റൂളാണ് പറയണത്. എന്താണ് സം റൂൾ നോക്കാം. അതായത് രണ്ട് ടാസ്ക് ഉണ്ട്, എയും ബിയും. എ എന്ന് പറയുന്നത് M ബേസിൽ ചെയ്യാം, ബി എന്ന് പറയുന്നത് N ബേസിൽ ചെയ്യാം. 2 സെപ്പറേറ്റ് ടാസ്ക്കാണ് എയും ബിയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വേസ് എ ആൻഡ് ബി ക്യാൻ ബി ഡൺ ഇൻ M+N വേസ്. അതാണ് സം റൂൾ കൊണ്ട് പറയുന്നത്. ഇനി എന്താണ് പ്രൊഡക്റ്റ് റൂള്? സബ്സീക്വൻ്റ് ആയിട്ടുള്ള രണ്ട് ടാസ്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, എ ആൻഡ് ബി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ M ബേസിലുണ്ട്, ബി N ബേസിലാണ് ചെയ്യുന്നതെങ്കിൽ എ ആൻഡ് ബി ക്യാൻ ബി ഡൺ ഇൻ MN വേസ്. സം റൂളിലാണെങ്കിൽ M+N വേസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് റൂളിൽ M×N വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് സെക്ഷനിൽ പറയണത്. ഓക്കെ, അത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്കറിയാലോ എന്താണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്താണെന്ന് അറിയാലോ. നമുക്കറിയാലോ 5 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് നമ്മളെങ്ങനെ എഴുതുക, അതെങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക? 5 × 4 × 3 × 2 × 1 വരെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അങ്ങനെയാണ് നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ആണ്. എന്താണ് പെർമ്യൂട്ടേഷൻ നോക്കാം. പെർമ്യൂട്ടേഷൻ NPR എന്ന് പറയുന്നത് N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N-R ഫാക്ടോറിയൽ. അതിൻ്റെ ഒരു ഡിനോട്ടേഷൻ അങ്ങനെ വരുന്നത്. NPR എന്ന് പറയുന്നതാണ് N പെർമ്യൂട്ടേഷൻ R എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ N ഫാക്ടോറിയൽ ബൈ N-R ഫാക്ടോറിയൽ. R എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന എത്രയാണ് എടുക്കുന്നത്. പെർമ്യൂട്ടേഷൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരു N നമ്പേഴ്സ് എടുക്കുന്നെങ്കിൽ അതിൽ എത്ര നമ്പേഴ്സാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, അതാണ് R കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ NPR എന്ന് പറയുന്നത് N ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ N-R ഫാക്ടോറിയൽ. നമുക്ക് മുന്നേ അറിയുന്നതുകൊണ്ടാണ് ഇത്തിരി ഞാൻ സ്പീഡിൽ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഹൗ മെനി 3 ലെറ്റർ വേർഡ്സ് ക്യാൻ ബി പോസിബിൾ ഫ്രം 5 ലെറ്റേഴ്സ്. അതായത് 5 ലെറ്റർ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമുക്ക് എത്ര 3 ലെറ്റർ വേർഡ്സ് പോസിബിൾ ആണെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 5 നിന്ന് 3 ലെറ്റേഴ്സ്, 5 ലെറ്റേഴ്സിന് 3 ലെറ്റേഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ 5P3. അപ്പോൾ 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 - 3 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. അപ്പോൾ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വരുമ്പോൾ 16 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ മാത്തമാറ്റിക്സ് എന്നൊരു വേർഡ് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എത്ര ടോട്ടൽ പെർമ്യൂട്ടേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, അതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഒരു പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ആ വേർഡിന് നമുക്ക് എത്ര വേർഡ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, അതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ്? ഇവിടെ നമുക്ക് റിപ്പീറ്റേഷൻ ഉണ്ടല്ലോ. അതായത് M ഇപ്പോൾ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, A 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, T 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ റിപ്പീറ്റേഷൻ വരുന്നത് നമ്മൾ ആദ്യം എഴുതി വയ്ക്കുക. ഇനി ടോട്ടൽ പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് ഇതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11. ടോട്ടൽ 11 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഈ റിപ്പീറ്റേഷൻ വരുന്ന വേർഡ്സ് ഉണ്ടല്ലോ, 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ന്യൂമറേറ്ററിൽ ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട് അതിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക. ഡിനോമിനേറ്ററിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന വേർഡ്സിൻ്റെ എണ്ണം ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കൊടുക്കാം. അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എൻജിനീയറിംഗ് കൊണ്ട് നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടോട്ടൽ പെർമ്യൂട്ടേഷൻസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ എൻജിനീയറിംഗിൽ ടോട്ടൽ 1 2 3 4 5 6 7 8 9 10 അവിടെയും 11 ലെറ്റേഴ്സാണുള്ളത്. അതിൽ നമുക്ക് ആദ്യം തന്നെ എന്ത് എഴുതാം? റിപ്പീറ്റായി വരുന്ന ലെറ്റേഴ്സ് എഴുതാം. ഇപ്പോൾ E ആണ് 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, N 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, I 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, G 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് റിപ്പീറ്റേഷൻസ് വരുന്നത്. 4 ലെറ്റേഴ്സാണ് റിപ്പീറ്റായിട്ട് വരുന്നത്. അത് നമ്മൾ ജസ്റ്റ് ആദ്യം എഴുതി വയ്ക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ പെർമ്യൂട്ടേഷൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതാണ് റിപ്പീറ്റേഷൻസ് വരുന്നത്. അപ്പോൾ ടോട്ടൽ അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഓക്കെ, ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതാം. അതുപോലെ നമുക്ക് കാൽക്കുലേറ്ററിൽ അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആൻസർ കിട്ടും. കാൽക്കുലേറ്ററിൽ ഫാക്ടോറിയലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് ജസ്റ്റ് സാധാരണ നമ്മൾ മാനുവലായിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനും പറ്റും. ചെറിയ നമ്പേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ചെയ്യാം. വലിയ നമ്പേഴ്സ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അതിന് പുറകെ ഒത്തിരി ടൈം എടുക്കാൻ പാടില്ല. കാൽക്കുലേറ്റർ എന്തായാലും കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അപ്പോൾ കാൽക്കുലേറ്ററിൽ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ലെറ്റേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് N. അതായത് N വെച്ചിട്ട് എത്ര ലെറ്റേഴ്സ് ഉണ്ടാവും, അതാണ് ക്വസ്റ്റ്യൻ ആയിരിക്കുന്നത്.
അപ്പോൾ N എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ആണല്ലോ, അത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. ബാക്കിയുള്ള ലെറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതാം. അപ്പോൾ ഇതിലും റിപ്പീറ്റേഷൻസ് വരുമല്ലോ. ഇവിടെ N 3 times ആയിരുന്നു, അതിൽ ഒരു ടൈം നമ്മൾ ഫസ്റ്റ് ലെറ്ററായിട്ട് ഫിക്സ് ചെയ്തുകൊണ്ട് N മാത്രം ഒന്ന് കുറഞ്ഞു, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. അപ്പോൾ ബാക്കി 10 ലെറ്റേഴ്സാണ് ബാക്കി വരുന്നത്. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അത് ഫിക്സ്ഡ് ആണ്, നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി 10 ലെറ്റേഴ്സ് വരുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 3 factorial into 2 factorial into 2 factorial into 2 factorial. അപ്പോൾ അതാണ് ആൻസർ. നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 75,600 എന്ന് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, സ്റ്റാർട്ടിങ് വിത്ത് ഇ ആൻഡ് എൻഡിങ് വിത്ത് ജി. അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ജിയിൽ എൻഡ് ചെയ്യുന്നു, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനിടയിൽ പിന്നെയും റിപ്പീറ്റേഷൻസ് വരുന്നുണ്ട്, അതായത് നമ്മൾ എഴുതുക. ഇതിൻ്റെ ഇടയിൽ എത്ര ലെറ്റേഴ്സ് വരുന്നുണ്ട്, 9 ലെറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ 9 factorial ഡിവൈഡഡ് ബൈ 2 factorial into 2 factorial into 2 factorial. അപ്പോൾ 15120 നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്, അതായത് അറേഞ്ച്മെൻറ്റ്സ് വിത്ത് വവ്വൽസ് ടുഗദർ. ഓക്കെ, അപ്പോൾ ഈ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞ വേർഡിൽ എത്ര വവ്വൽസ് ഉണ്ട്? വവ്വൽസ് നോക്കുകയാണെങ്കിൽ 3 E വരുന്നുണ്ട്, 2 I വരുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കിയേ, ഇവിടെ 3 E വരുന്നുണ്ട്, 2 I വരുന്നുണ്ട്. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്, ഇതിലുണ്ടാകുന്ന വവ്വൽസ്. ഇനി കോൺസണൻസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, നമുക്ക് 5 വവ്വൽസാണുള്ളത്. അപ്പോൾ 5 factorial ഡിവൈഡഡ് ബൈ, ഇതിൽ റിപ്പീറ്റേഷൻസ് വരുന്നുണ്ട്, 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, I 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 factorial ഡിവൈഡഡ് ബൈ 3 factorial into 2 factorial ഇൻറ്റു ഇവിടെ സെയിം, അതായത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻറ്റു ചെയ്യുക. ഇവിടെ നമുക്ക് ഓൾറെഡി 6 ലെറ്റേഴ്സ് ഇരുന്നുണ്ട്. ഈ 6 ലെറ്റേഴ്സ് പിന്നെ ഇതെല്ലാം കൂടിയിട്ട് ഒരു വേർഡായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇത് 6 ലെറ്റേഴ്സ് ഉണ്ട്, അതുകൂടാതെ ഒരു 6 + 1 ഇതെല്ലാം കൂടിയിട്ട് ഒറ്റ വേർഡായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ 6 + 1 7 factorial വരും. ഓക്കെ, ഇനി ഇതിൽ റിപ്പീറ്റേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ 3 factorial into 2 factorial നമ്മൾ എന്ത് ചെയ്യുക, അടിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, അതിന് ആൻസർ കണ്ടുപിടിക്കുക. നമ്മുടെ ആൻസർ 4200 ആണ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ വവ്വൽസിൻ്റെ കേസിൽ വവ്വൽസ് റിപ്പീറ്റ് ചെയ്യുന്നതും വേണം, കോൺസണൻസും റിപ്പീറ്റ് ചെയ്യുന്നതും വേണം.